അതിനെ ചെറുതാക്കി 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 ഓരോ ഫയലിലാക്കി ആ ഫയലിന് എന്തെങ്കിലും യൂസ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, വിളിക്കും. ഇപ്പം ഞാൻ എന്നുള്ള ഒരു ആള് ഒരു ഒബ്ജക്റ്റ് ആണ്. അപ്പം നമ്മൾ ലോകത്തിന് എല്ലാതും ഹായ്, ഇതുവരെ നമ്മൾ എന്ത് ചെയ്തു, ബേസിക് കോഡിങ് കാര്യങ്ങളൊക്കെ പഠിച്ചു. അതായത് നമ്മൾ പറഞ്ഞ ഓരോ കൺസെപ്റ്റ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് വേരിയബിൾ എന്താ പഠിച്ചു, അറേ എന്താ പഠിച്ചു, ലൂപ്പ് എന്താ പഠിച്ചു, ഇഫ് കേസ് എന്താ, പിന്നെ കണ്ടീഷൻ സ്റ്റേറ്റ്മെൻറ്റ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ബേസിക്സ് എന്ത് ചെയ്തിട്ടുണ്ട്, കവർ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇനി മുതൽ നമ്മൾ പഠിക്കാൻ പോകുന്ന കൺസെപ്റ്റ് എന്ന് വെച്ചാൽ കുറച്ച് കോർ ലെവലാണ്. കോർ ലെവൽ എന്ന് വെച്ചാൽ ബേസിക് ആണ്, കോറിൻ്റെ ബേസിക് എന്നൊക്കെ പറയാം. അതായത് ഇനി മുതൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഊപ്സ് കൺസെപ്റ്റ് എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇനി മുതൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, പറയാൻ പോകുന്നത്. അപ്പോൾ ഇത് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുക, ഈ പറഞ്ഞ എല്ലാ കൺസെപ്റ്റും നോക്കി പഠിച്ചതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണുക. ഇതിന് മുന്നുള്ള വീഡിയോസ് നിങ്ങൾക്ക് കാണാം. കാരണം എന്താണെന്ന് വെച്ചാൽ അത് അറിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന ടെക്നിക്കൽ വേർഡ്സ് നിങ്ങൾക്ക് ചിലപ്പോൾ അറിയില്ല. ഇപ്പോൾ ഞങ്ങൾ വേരിയബിൾസും പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കും വേരിയബിൾസ് എന്താണെന്നുള്ള രീതിയിലൊക്കെ എന്ത് ചെയ്യും, ചിന്തിക്കും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അതിൽ വേരിയബിൾസ് എന്താ, അതിനുള്ള കൺസെപ്റ്റ് നമ്മൾ മീൻസ് എത്രയും ബേസ് ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ആദ്യം അത് കാണാം. കണ്ടതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക, ഈ പറഞ്ഞ വീഡിയോസൊക്കെ ഒന്ന് കാണാം. ഇനി നമ്മൾ പറയാൻ പോകുന്ന കൺസെപ്റ്റ് എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞിരുന്നു ഊപ്സ് കൺസെപ്റ്റാണ്. എന്താണ് ഊപ്സ്, ജാവയിൽ എന്താണ് ഊപ്സ്, പിന്നെ എന്തിനാണ് ഊപ്സ്, പിന്നെ അതിലുള്ള കൺസെപ്റ്റാണ് ഇന്ന് മുതൽ നമ്മൾ എടുക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം എന്താണ് ഊപ്സ് എന്നുള്ളത് നമുക്ക് പഠിക്കാം. ഇപ്പോൾ ഊപ്സ് എന്ന് വെച്ചാൽ അതിൻ്റെ ഫുൾ ഫോമാണ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് സിസ്റ്റം എന്നുള്ളത്. അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ ഇതിൽ തന്നെ നമ്മൾ കേൾക്കുന്നുണ്ട് ഒബ്ജക്റ്റ് എന്നുള്ളത്. ഈ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള പ്രോഗ്രാമിംഗ് ആണ് ഇനി വരാൻ പോകുന്ന എല്ലാതും. അതായത് ഒരു ഒബ്ജക്റ്റ് വെച്ചിട്ടാണ് ഇന്ന് നമ്മളെല്ലാം സംസാരിക്കുന്നതും കാര്യങ്ങൾ. നിങ്ങൾ ഒബ്ജക്റ്റ് എന്താണെന്നുള്ളത് പേടിക്കേണ്ട, ഇപ്പം ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ആ കൺസെപ്റ്റാണ് നമ്മൾ ഇന്ന് മുതൽ തുടങ്ങാൻ പോകുന്നത്. നിങ്ങളൊന്ന് മനസ്സിലാക്കിയാൽ മതി. അതിലുള്ള കുറച്ച് ടോപ്പിക്സ് ആണ് ഈ ക്ലാസ്, ഒബ്ജക്റ്റ്, അതുപോലെ തന്നെ ഇൻഹെറിറ്റൻസ്, പിന്നെ അതുപോലെ എൻകാപ്സുലേഷൻ, അബ്സ്ട്രാക്ഷൻ, അങ്ങനെയുള്ള പല പോളിമോർഫിസം, അങ്ങനെയുള്ള കുറച്ച് കൺസെപ്റ്റ് ഉണ്ട്. അതൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് നമ്മൾ പറഞ്ഞുതരും. എന്താണ്, എന്തിനാണ് വന്നത്, എന്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ക്ലിയർ ആയി പറഞ്ഞുതരും. അപ്പോൾ നമ്മൾ ഇന്ന് തുടങ്ങാൻ പോകുന്നത് എന്താണ് ഊപ്സ്. ഊപ്സ് ഞാൻ പറഞ്ഞിരുന്നു ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ആണ്. അത് വെച്ചാൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഈ എല്ലാ ഇതിലും ഒബ്ജക്റ്റ് വെച്ച് നമ്മൾ ഡാറ്റനെ മാനിപ്പുലേറ്റ് ചെയ്യുന്നതാണ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാം എന്നുള്ളത്. അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. അത് എന്തിനാന്നും കൂടി ഞാൻ പറയാം. എന്തിനാന്ന് വെച്ചാൽ നമുക്ക് റീഡബിലിറ്റി, അതുപോലെ റീയൂസിബിലിറ്റി എന്ന് പറഞ്ഞിട്ട് കുറച്ച് കൺസെപ്റ്റ് ഉണ്ട്. അത് എന്തിനാന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ചില കോഡൊക്കെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് നല്ല വലുതായിരിക്കും, മീൻസ് ലോങ് ആയിരിക്കും, പെട്ടെന്ന് നമുക്ക് മനസ്സിലാവില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ അതിനെ ചെറുതാക്കി 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 ഓരോ ഫയലിലാക്കി ആ ഫയലിന് എന്തെങ്കിലും യൂസ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, വിളിക്കും. ആ രീതിയിലാക്കാൻ വേണ്ടിയിട്ടാണ് റീയൂസിബിലിറ്റി എന്ന് പറയുക. അപ്പോൾ ഇപ്പോഴും നിങ്ങൾക്ക് കൺസെപ്റ്റ് ക്ലിയർ ആയിട്ടുണ്ടാവില്ല. നമുക്ക് ഈ പറഞ്ഞ പോലെ എന്ത് ചെയ്യുക, മുന്നോട്ട് ഓരോന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും, മനസ്സിലാവും. ചെയ്ത് നോക്കുമ്പോൾ ഒക്കെ മനസ്സിലാവും. ഓക്കെ, ഞാനിപ്പോൾ പറഞ്ഞിരുന്നു ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ അവിടെ ഓൾറെഡി ഉണ്ട് ഒബ്ജക്റ്റ് എന്നുള്ളത്. ഒബ്ജക്റ്റ് ബേസ്ഡ് ആണ് ഇനി എല്ലാം വരാൻ പോകുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു അല്ലേ. അപ്പോൾ നമുക്ക് ആദ്യം തുടങ്ങേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ എന്താണ് ഒബ്ജക്റ്റ് എന്നുള്ളത് മനസ്സിലാക്കേണ്ടത്. എന്താണ് ഒബ്ജക്റ്റ്, എന്താണ് ക്ലാസ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കിയാലേ ഈ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് എന്താണെന്ന് മനസ്സിലാവുള്ളൂ. ഇനിയുള്ള ക്ലാസ്സുകളും നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ നിങ്ങൾ ക്ലിയർ ആയി മനസ്സിലാക്കുക. ഇനിയുള്ള വീഡിയോസ് മൊത്തം നമ്മൾ അങ്ങനെയാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ എന്താണ് ഒബ്ജക്റ്റ് എന്നുള്ളത് പഠിക്കാം. അപ്പോൾ ഒബ്ജക്റ്റ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, കേട്ടിട്ടുണ്ടാവും ഒബ്ജക്റ്റ് എന്നുള്ളത്. ഒബ്ജക്റ്റ് എന്നുള്ളത് ശരിക്കും വെച്ചാൽ റിയൽ ടൈം എൻറ്റിറ്റി ആണത്. അതായത് റിയൽ ടൈം എൻറ്റിറ്റി എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ഫോർ എക്സാമ്പിൾ എന്തെടുക്കുകയാണെങ്കിലും, ഇപ്പോൾ ഈ നമ്മൾ ചുറ്റുഭാഗത്ത് കാണുന്ന എന്ത് സംഭവം എടുക്കുക, എന്ത് തിങ്സ് എടുക്കുകയാണെങ്കിൽ അതൊരു ഒബ്ജക്റ്റ് ആയിരിക്കും അല്ലേ. ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ ഈ പെൻ എന്നുള്ളത് എന്താണ്, ഒബ്ജക്റ്റാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ ടേബിൾ എന്താണ്, ഒരു ഒബ്ജക്റ്റാണ്. ഞാൻ ഇരിക്കുന്ന ചെയർ അതൊരു ഒബ്ജക്റ്റാണ്. അതുപോലെ ലാപ്ടോപ്പ് അതൊരു ഒബ്ജക്റ്റാണ്. ഇപ്പം ഞാൻ എന്നുള്ള ആള് ഒരു ഒബ്ജക്റ്റാണ്. അപ്പോൾ നമ്മൾ ലോകത്തിന് എല്ലാതും ചുറ്റുഭാഗത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഒബ്ജക്റ്റ് തന്നെ കാണാൻ പറ്റും. അപ്പോൾ ഒബ്ജക്റ്റ് എന്നുള്ളത് റിയൽ ടൈം എൻറ്റിറ്റിയാണ്. അത് നമുക്ക് കാണാൻ പറ്റും, തൊടാൻ പറ്റും. ഓക്കെ, ആ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മീൻസ് അതിനെ തൊട്ട് റിയൽ ടൈം ആയിട്ട് നമുക്ക് കാണാനും തൊടാനും കാര്യങ്ങളൊക്കെ പറ്റും.
ഇതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒബ്ജക്റ്റിന് എന്തൊക്കെയാണ്, ഒബ്ജക്റ്റിൻ്റെതായ ബിഹേവ്സും അതുപോലെ തന്നെ അതിൻ്റെതായ ഒരു പ്രോപ്പർട്ടി ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ ഈ പെന്ന് പറഞ്ഞു, പെന്നിന് എന്തുണ്ട്, പെന്നിൻ്റെ കളറുണ്ട്, പെന്നിൻ്റെ സ്ട്രക്ചർ ഉണ്ട്, പെന്ന് ഇങ്ങനെയാണെന്നുള്ളൊരു സ്ട്രക്ചർ ഉണ്ട്. അതുപോലെ തന്നെ പെന്നിൻ്റെ നെയിം ഉണ്ട്, ഇപ്പോൾ ഇതിനൊരു നെയിം ഉണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ലാപ്ടോപ്പ് എടുക്കുകയാണെങ്കിൽ ലാപ്ടോപ്പിന് ഒരു പേരുണ്ട്, കളറുണ്ട്, സ്ട്രക്ചർ ഉണ്ട്, അല്ലേ? അതുപോലെ ഇപ്പോൾ ടേബിൾ എടുക്കാം, ടേബിളിന് എന്തുണ്ട്, ടേബിളിൻ്റെതായ കളറുണ്ട്, കളർ എന്താ വൈറ്റ് ആണ്. അതുപോലെ തന്നെ ലാപ്ടോപ്പ് എടുത്താൽ ഇതിൻ്റെ മാക്കാണ്, അതുപോലെ ഇതിനും ഒരു മോഡൽ ഉണ്ടാവും, ആ മോഡൽ ഉണ്ട്. അതുപോലെ ഇതിന് കീബോർഡ് ഉണ്ടാവും. ഇതൊക്കെയാണ് എന്ത്, ഒബ്ജക്റ്റ് വെച്ച്. ഒബ്ജക്റ്റിൻ്റെതായ പ്രോപ്പർട്ടി ഉണ്ട്. ആ പ്രോപ്പർട്ടിയാണ് നമ്മൾ പറഞ്ഞത് കളറ്, അതുപോലെ സ്ട്രക്ചർ, ഇതുപോലെ ഈ പറഞ്ഞ കീബോർഡ്. ഇതൊക്കെ എന്താണ്, ലാപ്ടോപ്പിൻ്റെ സ്ട്രക്ചറാണ്. അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ റിയൽ ടൈം എൻറ്റിറ്റി. ഈ റിയൽ ടൈം എൻറ്റിറ്റി എന്താ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്, ഏതാണെന്ന് അറിയാനും പറ്റുന്നുണ്ട്, അല്ലേ? ഇതാണ് ശരിക്കും ഓരോ ഒബ്ജക്റ്റ്, ഒരു റിയൽ ടൈം ആയിട്ട് നമുക്കൊരു ഒബ്ജക്റ്റ് എന്ന് പറയാം, അല്ലേ? ഇനി നമുക്ക് മനസ്സിലാക്കേണ്ടത് ഒരു കാര്യം എന്ന് വെച്ചാൽ ക്ലാസ് ആണ്. ഈ ക്ലാസ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ റിയൽ ടൈം എക്സാമ്പിളായിട്ട് നമുക്ക് വെക്കുകയാണെങ്കിൽ ക്ലാസ് എന്ന് വെച്ചാൽ അത് ഒരു ലോജിക്കൽ എൻറ്റിറ്റിയാണ്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് നമുക്ക് ഇലക്ട്രോണിക്സ് എന്നുള്ളത് തന്നെ എടുക്കാം. ഇപ്പോൾ ഇലക്ട്രോണിക്സ് നമ്മൾ പറയുമ്പോൾ നമുക്ക് ഇലക്ട്രോണിക്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ മൈൻഡിൽ വരുന്ന സംഭവമാണ് ലാപ്ടോപ്പ് വരും, അതുപോലെ തന്നെ മൊബൈൽ വരും, പിന്നെ അതുപോലെ തന്നെ ഈ പറഞ്ഞ പല ഇലക്ട്രോണിക് ഡിവൈസസൊക്കെ നമുക്ക് കാണാൻ പറ്റും, മീൻസ് നമ്മളെ മൈൻഡിൽ വരും, അല്ലേ? അപ്പോൾ ഇതൊക്കെ എന്താണ്, ശരിക്കും ഇലക്ട്രോണിക്സ് ആണ്. എനിക്ക് ഇത് നോക്കിയിട്ട് ഇലക്ട്രോണിക്സ് എന്നാണ് പറയാൻ പറ്റും, പക്ഷേ ഇത് എന്താണ്, ശരിക്കും എന്താണ്, ഒരു ലാപ്ടോപ്പാണ്. ഇലക്ട്രോണിക് ഡിവൈസാണ്, പക്ഷേ എന്താണ്, ഇത് ലാപ്ടോപ്പിന് ഇതിനൊരു പേരുണ്ട്. ഇതാണ് ഒബ്ജക്റ്റ്. ശരിക്കും ഇലക്ട്രോണിക് എന്ന് പറഞ്ഞല്ലോ, അതാണ് എന്ത്, ക്ലാസ്. ഈ ഇലക്ട്രോണിക് എന്നുള്ള ക്ലാസ്സിൻ്റെ ഓരോ കീഴിൽ വരുന്ന ഒരു സബ്ബായിട്ട് വരുന്ന ഒരു സംഭവമാണ് ഒബ്ജക്റ്റ്. നിങ്ങൾ മനസ്സിലാവാൻ വേണ്ടിയാണ് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഹ്യൂമൻ എന്ന ഒരു എടുക്കുക, അതായത് മനുഷ്യന്മാർ എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ഒരു മനുഷ്യന്മാർ എന്നുള്ളതിനെ ഓരോരുത്തരും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എടുക്കാൻ പറ്റും. ഇപ്പോൾ നമുക്കിപ്പോൾ നമ്മൾ ഈ ക്യാമറ ബാക്കിലെ സാവിയോ, അൽഫാസ് എന്നുള്ള ഇവരൊക്കെ പറയുമ്പോൾ ഓരോരുത്തരും ഓരോ മനുഷ്യന്മാരാണ്. ഇതൊക്കെ ഓരോ ഒബ്ജക്റ്റാണ്. പക്ഷെ മനുഷ്യൻ എന്ന് പറയുമ്പോൾ അതൊരു ക്ലാസ്സാണ്. മനസ്സിലായോ? ഗ്രൂപ്പ് ഓഫ് ഒബ്ജക്റ്റ് ആണ് ശരിക്കും വെച്ച ഒരു ക്ലാസ് എന്ന് പറയാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇനി വേറൊരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ഈ മനുഷ്യൻ, ഈ ആനിമൽ എന്ന് പറയുമ്പോൾ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ആനിമൽ എന്ന് പറഞ്ഞു, ഒരു മൃഗങ്ങൾ എന്ന് പറഞ്ഞു ആനിമൽ. അപ്പോൾ ആനിമൽ എന്തൊക്കെ പെടും, ആന പെടും, സിംഹം പെടും, പിന്നെ അതുപോലെ പുലി, കരടി, ഇതുപോലെ എല്ലാ ജീവികളും പെടുന്ന ഒരു സംഭവമാണ് ആനിമൽ, മൃഗങ്ങൾ, അല്ലേ? മൃഗങ്ങൾ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് എന്തുണ്ട്, ഒരു റോഡ് മാപ്പ് നമുക്ക് കിട്ടുന്നുണ്ട്, ഒരു ബ്ലൂ പ്രിന്റ് നമുക്ക് കിട്ടുന്നുണ്ട്. അതായത് ഒരു മൃഗം എന്ന് പറയുമ്പോൾ തന്നെ നമുക്കൊരു മനുഷ്യന്മാരെ തോന്നുന്നുണ്ടോ, ഇല്ലല്ലോ. അപ്പോൾ അതുപോലെയാണ്. അതായത് ആനിമൽ, മൃഗങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് നമ്മളെ മൈൻഡിൽ വരുന്ന തന്നെ സിംഹം, ആന എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ബ്ലൂ പ്രിന്റ് എന്നൊക്കെ നമുക്ക് എന്താ പറയുക, ബ്ലൂ പ്രിന്റ് എന്ന് പറയുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞു എങ്ങനെയാണ്. ഇപ്പോൾ ചില ആൾക്കാരൊക്കെ ഇൻ്റർവ്യൂവിലും ഇല്ലെങ്കിൽ നമ്മുടെ പിള്ളേർ തന്നെ എന്താണ് ഈ ക്ലാസ് കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ ഈ ബ്ലൂ പ്രിന്റ് ഓഫ് ഒബ്ജക്റ്റ് എന്നുള്ള കാര്യങ്ങൾ പറയാണ്. പക്ഷെ അത് അവർക്ക് എന്താണെന്ന് പോലും മനസ്സിലായിട്ടുണ്ടാവില്ല. അതുപോലെ ആ ഒരു ഡെഫിനിഷൻ പഠിച്ചിട്ടാണ് നേരെ വന്ന് പറയുക. അപ്പോൾ ഈ കാര്യങ്ങൾ എന്താ വെച്ചാൽ, ഈ ബ്ലൂ പ്രിന്റ് എന്തുകൊണ്ട് പറയുന്നു എന്ന് വെച്ചാൽ, ഈ ക്ലാസ്സിനെ പറഞ്ഞാൽ തന്നെ നമുക്ക് ഒബ്ജക്റ്റ് എന്താണെന്നുള്ളത് മനസ്സിലായിരിക്കും. അതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുക. അതായത് ഈ പറഞ്ഞ മൃഗങ്ങൾ എന്ന് പറയുമ്പോൾ ഒരു മൃഗം എടുത്താൽ മതി. ഒരു മൃഗം എടുത്താൽ എന്തുണ്ടാവും, മൃഗത്തിന് പല്ലുണ്ടാവും, അതുപോലെ തന്നെ അതിനൊരു കളറുണ്ട്, പിന്നെ അതുപോലെ തന്നെ അതിന് തൊലിയുണ്ട്, പിന്നെ രക്തമുണ്ട്. ഇതൊക്കെ അതിൻ്റെ പ്രോപ്പർട്ടീസാണ്. ശരിക്കും ആനിമൽ എന്ന് പറയുമ്പോൾ നമുക്ക് അതൊക്കെ മൈൻഡിൽ വരുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ മൃഗം എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ തൊലി, പിന്നെ അതിന് രക്തം ഉണ്ടാവും, അതിന് അത് ശ്വസിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യുന്നു, മൈൻഡിൽ വരുന്നുണ്ട്. അതാണ് നമ്മൾ പറയുന്നത് ഈ ക്ലാസ്. ഈ ക്ലാസ്സിനെ പരിചയപ്പെടുത്തുമ്പോൾ തന്നെ എന്ത് ചെയ്യണം, ഈ ഒബ്ജക്റ്റ് നമുക്ക് എന്ത് ചെയ്യണം, മനസ്സിലാക്കണം. അപ്പോഴാണ് നമുക്ക് ഈ ക്ലാസ് ഒബ്ജക്റ്റ് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഈ പറഞ്ഞ കാര്യം കൊണ്ട് ക്ലാസ് എന്താണ്, ഒബ്ജക്റ്റ് എന്താണ് മനസ്സിലായെന്ന് തോന്നുന്നു. അതായത് വീണ്ടും ഒരു ചെറിയൊരു സമ്മറി തരികയാണെങ്കിൽ, ഇപ്പോൾ നമുക്കൊരു ക്ലാസ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ ജാവയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ജാവയിൽ ഇനി നേരെ നമ്മൾ ഈ പറഞ്ഞ റിയൽ ടൈം എക്സാമ്പിൾ നേരെ ജാവ വന്നു കഴിഞ്ഞാൽ നമ്മൾ ക്ലാസ്സിന് നമ്മൾ കണ്ടിട്ടുണ്ട്, ക്ലാസ് സാമ്പിൾ എന്ന് വെച്ചിട്ടാണ് ഇതുവരെ നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, കോഡ് എഴുതിയിട്ടുള്ളത്. ശരിക്കും ആ ക്ലാസ് സാമ്പിൾ എന്നുള്ളത് നമ്മൾ അതായത് മീൻസ് ജാവയിൽ ഉള്ള ക്ലാസ് അതാണ്.
ആ ക്ലാസ്സിലാണ് നമ്മൾ പ്രോപ്പർട്ടീസ് വെക്കുന്നത്. അത് ഞാൻ പറഞ്ഞു, പ്രോപ്പർട്ടീസ് പറയുമ്പോൾ ഇപ്പോൾ ഒരു ആനിമൽ നടക്കുമ്പോൾ തന്നെ അതിൻ്റെ പ്രോപ്പർട്ടിയാണ് ഈ പറഞ്ഞ പോലെ കളറ്, അത് അതിൻ്റെ രക്തം, പിന്നെ അതുപോലെ തന്നെ നഖം, പിന്നെ അതുപോലെ തന്നെ പല്ല്, ഇതൊക്കെ എന്താണ് അതിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ്. ആ പ്രോപ്പർട്ടി എന്നുള്ളത് ക്ലാസ്സിലാണ് ഉണ്ടാവുക. ആനിമൽ പറയുമ്പോൾ തന്നെ അതിലുണ്ട്. അതിൻ്റെ ഓരോ ഒബ്ജക്റ്റിലും എന്തുണ്ടാവും, ഈ ക്ലാസ്സിൽ കൊടുത്തിട്ടുള്ള പ്രോപ്പർട്ടീസ് ഈ ഒബ്ജക്റ്റിലും കിട്ടും, നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. അതാണ് നമ്മൾ ജാവയിൽ വരുമ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും ക്ലാസ് സാമ്പിൾ എന്ന്. ഞാൻ വീണ്ടും പറയാണ്, ക്ലാസ് സാമ്പിൾ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിലാണ് നമ്മൾ പ്രോപ്പർട്ടീസ് കാര്യങ്ങളൊക്കെ എഴുതി വെക്കുക. ഇനി എഴുതി വെച്ചതിന് ശേഷം ഇതിനൊരു ഒബ്ജക്റ്റ് ഉണ്ടാക്കിയിട്ട് ആ ഒബ്ജക്റ്റ് വെച്ചിട്ടാണ് നമുക്ക് ആ പ്രോപ്പർട്ടിനെ ആക്സസ് ചെയ്യാൻ പറ്റുന്നത്. അതെങ്ങനെയാണ് എന്താണെന്നുള്ള വീഡിയോസ് ഞാനിപ്പോൾ ഒരു സിമ്പിളായിട്ട് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഇപ്പോൾ സ്ക്രീൻ ഷെയർ ചെയ്തിട്ട് ഓക്കെ, അതെന്ത് ചെയ്യുക ഒന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്നുണ്ടാവും നമ്മൾ ഈ ഫയൽ വെച്ചിട്ടാണ് എന്ത് ചെയ്തത് എന്ന് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. അതായത് സാമ്പിൾ എന്നുള്ള ക്ലാസ് ഉണ്ട്. ക്ലാസ്സിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ എന്നുള്ള ഒരു ഫംഗ്ഷൻ ഉണ്ട്. ഈ ഫംഗ്ഷൻ എന്നുള്ളത് പറയുമ്പോൾ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫംഗ്ഷൻ എന്താണെന്നുള്ളത് ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരും. എന്താണ് ഫംഗ്ഷൻ, എങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പോൾ അതിനു വേണ്ടി ഇപ്പം ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഈ സ്ക്രീനിൽ കാണുന്ന പോലെ ഈ സാമ്പിൾ ക്ലാസ്സിൻ്റെ തൊട്ട് മുകളിലായിട്ട് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, സ്പേസ് തൊട്ട് മുകളിലായിട്ട് ഞാനൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യാണ്. ഓക്കെ, ക്ലാസ് ക്രിയേറ്റ് ചെയ്തു. ഇപ്പോൾ ക്ലാസ് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതാണ് ആനിമൽ എന്നുള്ളത്. അപ്പോൾ ആനിമൽ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യും, ഒരു ആനിമൽ വെച്ചിട്ട് ഒരു ക്ലാസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ആനിമലിന് എന്തൊക്കെ ഉണ്ടാവുക, ഇപ്പോൾ ആനിമലിൻ്റെ ക്ലാസ് ഉണ്ടാക്കി ഒരു ആനിമലിൻ്റെ പ്രോപ്പർട്ടി എന്തൊക്കെയായിരിക്കും ഒന്ന് ചിന്തിച്ച് നോക്കിയേ. ആനിമൽ നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ എന്തുണ്ട്, സ്കിൻ ഉണ്ട്. സ്കിൻ എന്നുള്ളത് ഞാൻ കൊടുക്കുകയാണ്, അതിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ്. അതുപോലെ തന്നെ സ്കിന്നിൻ്റെ കളർ, അതൊരു പ്രോപ്പർട്ടിയൊക്കെ നമുക്ക് വെക്കാം. ഓക്കെ, കളർ എന്നുള്ളത് കൊടുത്തു. ഓക്കെ, നമ്മളിപ്പോൾ കളർ എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കൊടുക്കേണ്ട ഒരു കാര്യം കൂടി എന്താണ് ഉണ്ടാവുക, നിങ്ങൾ സൂക്ഷിക്കണം. ഇവിടെ ഇൻറ്റ് എന്നാണ് കൊടുത്തിട്ടുള്ളത്, ഇൻറ്റല്ല. കളർ എന്നുള്ളത് നമുക്ക് എന്താ സ്ട്രിങ്ങിലാണ് വരുന്നത്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. കളർ എന്നുള്ളത് സ്ട്രിങ് ആണ്. അപ്പോൾ സ്ട്രിങ് എന്നുള്ള ഒരു വേരിയബിൾ നമ്മൾ ഡിക്ലെയർ ചെയ്യണം. അതിന് പ്രോപ്പർട്ടി എന്നാണ് പറയുക. ഇവിടെ ഈ ക്ലാസ്സിൽ എത്തുമ്പോൾ എന്തെങ്കിലും ക്ലാസ്സിൽ എന്തെങ്കിലും കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്. ആ പ്രോപ്പർട്ടീസാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിക്ലെയർ ചെയ്യുന്നത്. ഇനി എന്താ ഉണ്ടാവുക, ഫോർ എക്സാമ്പിൾ അതിനൊരു ഏജ് ഉണ്ടാവും. ഏജ് നമുക്ക് ഇൻറ്റിൽ കൊടുക്കാം. അപ്പോൾ നമുക്ക് ഏജ് എന്നുള്ളതും ഇവിടെ കൊടുത്തു. ഓക്കെ, ഇപ്പം ഞാൻ എന്ത് ചെയ്തു, ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്ത് ക്ലാസ്സിൽ എന്തൊക്കെയുള്ളത്, പ്രോപ്പർട്ടീസ് ഉണ്ട്, സ്ട്രിങ് എന്നുള്ള കളർ എന്നുണ്ട്, അതുപോലെ ഇൻറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ഏജും കൂടി കൊടുത്തു. ഏജ് എന്നുള്ളത് നമ്പർ ആയതുകൊണ്ടാണ് ഇൻറ്റെന്ന് കൊടുത്തത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നേരെ മെയിൻ ഫംഗ്ഷനിൽ വന്നാൽ, നമ്മുടെ മെയിൻ ഫംഗ്ഷൻ ഏതാ വെച്ചാൽ ഇതാണ്. മെയിൻ ഫംഗ്ഷൻ ഇതായിരിക്കും നമ്മൾ ഡിക്ലെയർ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇപ്പോൾ സാമ്പിൾ മാറ്റി ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി മെയിൻ എന്ന് കൊടുക്കുകയാണ്. ഓക്കെ, മെയിൻ എന്ന് കൊടുത്തു. ഓക്കെ, ഇപ്പോൾ മെയിൻ കൊടുത്തു കഴിഞ്ഞിട്ട് ഞാൻ ഈ കളർ എന്നുള്ളത് ഇവിടെ ആക്സസ് ചെയ്യാൻ നോക്കിയാൽ എനിക്ക് കിട്ടുമോ എന്നുള്ളത് നമുക്ക് ആദ്യം നോക്കാം. ഓക്കെ, അതിന് വേണ്ടി നമ്മൾ എന്തെങ്കിലും സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിൻറ്റ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ഫോർ എക്സാമ്പിൾ ഞാൻ എന്ത് ചെയ്യും, കളർ എന്നുള്ളത് ഇവിടെ നിന്ന് പ്രിൻറ്റ് ചെയ്യുന്നു. ഓക്കെ, കളർ എന്നത് പ്രിൻറ്റ് ചെയ്യുന്നു. എന്താ സംഭവിക്കാൻ നോക്കുക, ഇത് നമുക്ക് കിട്ടുമോ എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ടെർമിനൽ ഓപ്പൺ ചെയ്തതിന് ശേഷം ജാവ സാമ്പിൾ ഡോട്ട് ജാവ എന്നുള്ളത് കൊടുക്കാം. ഓക്കെ, ഇവിടെ നമുക്ക് ഇവിടെ കണ്ടത് എന്താണെന്ന് വെച്ചാൽ വേരിയബിൾ കളർ, അതായത് കളർ എന്നുള്ളത് കനോട്ട് ഫൈൻഡ് സിമ്പിൾ എന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ട് ഇവിടെ ഇങ്ങനെ കാണിച്ചു എന്നുള്ളതാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, ഓക്കെ ഈ ക്ലാസ് ആണല്ലോ, ക്ലാസ്സിൻ്റെ പുറത്താണല്ലോ എഴുതിയത്, അതുകൊണ്ടാണെന്ന്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, നേരെ ആ പ്രോപ്പർട്ടിനെ എടുത്തിട്ട് മെയിൻ എന്നുള്ള ക്ലാസ്സിൻ്റെ ഉള്ളിലാണ്, ശ്രദ്ധിക്കണം, ഈ കേർലി ബ്രാക്കറ്റിൻ്റെ ഉള്ളിലാണ് നമ്മൾ ഇട്ടിട്ട് പേസ്റ്റ് ചെയ്തിട്ട് എന്ത് ചെയ്ത് സേവ് ചെയ്തിട്ട് വീണ്ടും എന്ത് ചെയ്യുന്നു, ജാവ സാമ്പിൾ ഡോട്ട് ജാവ എന്ന് കൊടുക്കുന്ന ടൈമിലും നമുക്ക് അപ്പോഴും വരുന്നത് കളർ എന്നുള്ളത് എന്താണ്, നമുക്ക് കാനോട്ട് ഫൈൻഡ്, നമുക്ക് എന്താണെന്നും കൂടി മനസ്സിലാവുന്നില്ല എന്നുള്ള രീതിയിലാണ് ഇത് കാണിച്ചത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അപ്പോഴാണ് മനസ്സിലാക്കേണ്ടത്, നമ്മളൊരു പ്രോപ്പർട്ടി, ഒരു ക്ലാസ്സിൻ്റെ ഉള്ളിൽ ഒരു പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ ആ പ്രോപ്പർട്ടി നമുക്ക് മറ്റുള്ള ക്ലാസ്സുകളിലോ ഇല്ലെങ്കിൽ ആ ക്ലാസ്സിൽ തന്നെ ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്തുണ്ടാക്കണം, ഒബ്ജക്റ്റ് ഉണ്ടാക്കണം. ഫോർ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു ആനിമൽ, മൃഗങ്ങൾ എന്ന് പറഞ്ഞു, മൃഗങ്ങൾക്ക് പല്ലുണ്ട്, അതുപോലെ തന്നെ കളറുണ്ട്, സ്കിന്നുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഏത് മൃഗം എന്ന് ചോദിക്കൂലേ, അതാണ് റിയൽ ടൈം എൻറ്റിറ്റി. പിന്നെ മറ്റുള്ളത് ഈ പറഞ്ഞ പോലെ ലോജിക്കൽ എൻറ്റിറ്റി എന്നുള്ളതാണ് ക്ലാസ് എന്നുള്ളത്. അത് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ ഇപ്പോൾ എന്ത് ചെയ്യണം,
നമുക്കൊരു ഒബ്ജക്റ്റ് ഉണ്ടാക്കണം. അതായത് ഇപ്പോൾ ആനിമൽ ഉണ്ട്, ഇപ്പോൾ ഞാൻ പണ്ടത്തെ പോലെ തന്നെ ആക്കാണ് കേട്ടോ. ഇത് നേരെ എടുത്തിട്ട് എന്ത് ചെയ്യും, വീണ്ടും ഇവിടെ തന്നെ കൊടുക്കുകയാണ്. സ്ക്രീനിൽ ഒന്നും കൂടി ശ്രദ്ധിക്കാൻ നല്ല രീതിയിൽ എന്താ ചെയ്യുന്നതെന്ന്. ആനിമൽ എന്ന ക്ലാസ്സിൻ്റെ ഉള്ളിൽ കുറച്ച് പ്രോപ്പർട്ടീസ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് ആക്സസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ, ഈ ക്ലാസ്സിൽ ആക്സസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്കൊരു ഒബ്ജക്റ്റ് ഉണ്ടാക്കണം. അതായത് നിങ്ങൾക്ക് ഈ പല്ലും അതുപോലെ ഈ കളറും ഏജും ഒക്കെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു ഒബ്ജക്റ്റ് നമുക്ക് വേണം. ഒന്നും അത് ആനയായിരിക്കണം, അല്ലെങ്കിൽ സിംഹമായിരിക്കണം, അങ്ങനെയുള്ള ഓരോ ഒബ്ജക്റ്റാണ് നമുക്ക് വേണ്ടത്. ക്ലാസ് മാത്രം ഉണ്ടായിട്ട് പോരാ. ഓക്കെ, അപ്പോൾ അത് ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യണം. ഇവിടെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ എങ്ങനെയാണ് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നതെന്നുള്ളതാണ് ഞാൻ ഇപ്പോൾ പഠിപ്പിക്കാൻ പോകുന്നത്. ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ക്ലാസ്സിൻ്റെ നെയിം എന്താണോ ആ നെയിം എന്ത് ചെയ്യുക, ഇവിടെ കൊടുക്കുക, ആനിമൽ എന്നുള്ളത് കൊടുക്കുക. എന്നിട്ട് ഒരു സ്പേസ് കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് എന്താണ് നെയിം, ഇപ്പോൾ നമ്മൾ വേരിയബിൾ നെയിം എന്തും കൊടുക്കുക എന്നുള്ള രീതിയിൽ പറഞ്ഞല്ലോ, അത് നിങ്ങൾക്ക് വേണ്ട നെയിം ഇവിടെ എന്ത് ചെയ്യുക, കൊടുക്കുക. ഒരു ഒബ്ജക്റ്റിൻ്റെ നെയിം കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, ഫോർ എക്സാമ്പിൾ ലയൻ എന്നുള്ളത് കൊടുക്കുന്നു. ലയൻ കൊടുത്തതിന് ശേഷം അസൈൻ. പിന്നെ വീണ്ടും എന്ത് ചെയ്യുക, ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ സ്കാനറിലൊക്കെ പറഞ്ഞിരുന്നു ഒരു ന്യൂ എന്നുള്ള കീവേഡ് ഉണ്ട്. ആ കീവേഡ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ന്യൂ എന്ന് ക്ലിക്ക് ചെയ്ത് ന്യൂ എന്നുള്ള റൈറ്റ് ചെയ്തിട്ട് വീണ്ടും ആനിമൽ എന്നുള്ള ക്ലാസ്സിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ഒബ്ജക്റ്റ് ഉണ്ടാക്കുന്നു. ഓക്കെ, ഒരു ഒബ്ജക്റ്റ് ഉണ്ടാക്കിയതിന് ശേഷം ഈ ലയൻ എന്നതിലാണ് ഇപ്പോൾ നമുക്ക് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ആയിട്ടുള്ളത്, ഈ ലയൻ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ആ ലയൻ വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, കിട്ടുമോ എന്നുള്ളത് നോക്കാം. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, system.out.printൻ്റെ ഉള്ളിൽ ഈ ലയൻ എന്നുള്ളത് കൊടുക്കുന്നു. ലയൻ കൊടുത്തതിന് ശേഷം, ലയന് മാത്രം കൊടുത്ത് പോരാ, ലയൻ്റെ ഉള്ളിലാണ് എന്തുള്ളത്, ഈ പറഞ്ഞ പ്രോപ്പർട്ടീസ് ഉള്ളത്. ഈ ക്ലാസ്സിൻ്റെ ഞാൻ പറഞ്ഞല്ലോ, ലയൻ ഇപ്പോൾ ആനിമൽ പറയുമ്പോൾ ആനിമലിൻ്റെ ഉള്ളിലാണ് ഒരു സംഭവം ഉള്ളത്, സിംഹം എന്നുള്ളത്. അതേപോലെയാണ് ആനിമൽ എന്നുള്ള ക്ലാസ്സിൻ്റെ ഉള്ളിലാണ് ഈ ലയൻ എന്നുള്ള ഒരു സംഭവം ഉള്ളത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, ആ ലയൻ വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ഫോർ എക്സാമ്പിൾ ലയൻ ഇപ്പോൾ ആനിമലിന് നമ്മൾ കളർ വേണം. ഇപ്പോൾ മൾട്ടിപ്പിൾ ആനിമൽ ഉണ്ട്, ആ ആനിമലിന് എന്ത് വേണം, ഒരു കളർ ഉണ്ടാവണം. ഇപ്പോൾ ലയൻ്റെ കളർ എന്താ, ബ്രൗൺ എന്നാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ ബ്രൗൺ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കൊടുക്കാൻ വേണ്ടി ലയൻ എഴുതി ഡോട്ടിന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അവിടെ മുകളിൽ എന്താണോ കൊടുത്തത് ആ പ്രോപ്പർട്ടി ഇവിടെ എടുക്കുക. എന്നിട്ട് എന്താണോ നമുക്ക് അസൈൻ ചെയ്യുന്നതൊക്കെ നമ്മൾ ഓൾറെഡി പഠിപ്പിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. എന്നിട്ട് എന്താണോ വേണ്ടത് അത് കൊടുക്കുക. എന്താണോ കളർ ആ കളർ കൊടുത്താൽ മതി. ബ്രൗൺ എന്ന് കൊടുത്ത് ഞാൻ എന്ത് ചെയ്ത് ഒന്നുകൂടി സേവ് ചെയ്തിട്ട് ലയൻ ഡോട്ട് കളർ എന്നുള്ളത് system.out.printൽ എന്ത് ചെയ്യുക, സിസ്റ്റം കളർ എന്നുള്ളത് ഞാൻ എന്ത് ചെയ്യുന്നു, ആഡ് ചെയ്യുന്നു. എന്നിട്ട് സേവ് ചെയ്തതിന് ശേഷം Ctrl+S കൊടുക്കുക, അല്ലെങ്കിൽ Command S കൊടുത്തിട്ട് നമുക്ക് സേവ് ചെയ്തതിന് ശേഷം അത് വീണ്ടും റൺ ചെയ്ത് നോക്കുക. ജാവ സ്പേസ് സാമ്പിൾ ഡോട്ട് ജാവ എന്ന് പ്രിൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ എന്താ എറർ എന്ന് വെച്ചാൽ, ഇവിടെ കണ്ടോ, എറർ എന്ന് കൊടുത്തത് എന്തിനാ വെച്ചാൽ നമ്മൾ സാമ്പിൾ എന്നുള്ള എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ മറന്നിട്ടുണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ ജാവ സ്പേസ് സാമ്പിൾ ഡോട്ട് ജാവ എന്നുള്ളത് എന്ത് ചെയ്യുക, കൊടുത്തതിന് ശേഷം എൻ്റർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ആനിമൽ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു എറർ കാണിക്കുന്നുണ്ട്. വീണ്ടും നമുക്ക് എറർ എന്താണെന്ന് വെച്ചാൽ ആനിമൽ എന്നുള്ളത് സ്പെല്ലിങ് തെറ്റിയിട്ടുണ്ട്, സ്പെല്ലിങ് തെറ്റാണ്. ഇപ്പോൾ ഇതുപോലെ നിങ്ങൾക്കും എന്ത് ചെയ്യും, പല എറേഴ്സും വരാം. അപ്പോൾ വീണ്ടും നിങ്ങൾ എന്ത് ചെയ്യരുത്, മീൻസ് നിങ്ങൾ തളരാൻ പാടില്ല. കാരണം എന്താ വെച്ചാൽ എറർ വെച്ചാൽ ഇതുപോലെ ചെറിയ എറേഴ്സ് ആയിരിക്കും. സിൻടാക്സ് എറർ ആയിരിക്കാം, ചിലപ്പോൾ സെമിക്കോളം മറന്നായിരിക്കും, അല്ലെങ്കിൽ സ്പെല്ലിങ് തെറ്റുണ്ടാവാം, അല്ലെങ്കിൽ സിൻടാക്സ് തെറ്റുണ്ടാവാം. അപ്പോൾ ഇരുന്നൊന്ന് എന്ത് ചെയ്യുക, നോക്കുക, എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ, വീഡിയോ നോക്കിയിട്ട് എന്ത് ചെയ്യുക, നിങ്ങളിത് നോക്കുക. അപ്പോൾ ഇപ്പോൾ ഉള്ള ഇഷ്യൂ എന്താ വെച്ചാൽ ആനിമൽ എന്നുള്ളത് ഒരു കൂടിപ്പോയി, അതിൻ്റെ ഇഷ്യൂസാണ്. അപ്പോൾ എന്ത് ചെയ്യുക, വീണ്ടും റൺ ചെയ്യുക, ഒന്ന് ക്ലിയർ ചെയ്യാം. ആദ്യം ക്ലിയർ ചെയ്തതിന് ശേഷം റൺ ചെയ്താൽ ജാവ സ്പേസ് സാമ്പിൾ ഡോട്ട് ജാവ എന്നുള്ളത് വീണ്ടും എററാണ്. കണ്ടോ, എറർ ത്രോ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോഴൊക്കെ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, ഒരു മനസ്സിലാകുന്നില്ല. എത്രയോ വലിയ ഡെവലപ്പർ ആയാലും അവർക്ക് എന്താണ് എറർ ഉണ്ടാവും. എറർ ഇങ്ങനെ നോക്കി കണ്ടുപിടിച്ചിട്ട് എന്ത് ചെയ്യും, അവർ ശരിയാക്കി എഴുതും. അതുപോലെ നിങ്ങൾ എന്ത് ചെയ്യുക, ശരിയാക്കി എഴുതുക. ഓക്കെ, അപ്പം നമ്മൾ ഇനിറ്റ് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി എന്താണെന്ന് വെച്ചാൽ ഈ മുകളിൽ കാണുന്ന ആനിമൽ എന്നുള്ളത് നമുക്കൊരു വേറൊരു ക്ലാസ്സാണ്. അപ്പം മെയിൻ ക്ലാസ് നമുക്ക് ടോപ്പിലിട്ടിട്ട് ആനിമൽ ക്ലാസ്സിന് ഏറ്റവും താഴത്തിടാം. അതാണ് ശരിക്കും സ്ട്രക്ചർ, ശരിയായ നല്ല സ്ട്രക്ചർ. ഓക്കെ, അപ്പം അങ്ങനെ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒന്നും എററില്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റൺ ചെയ്യാൻ പറ്റും. അതിന് വേണ്ടി എന്ത് ചെയ്യുക, ജാവ സ്പേസ് സാമ്പിൾ ഡോട്ട് ജാവ എന്നുള്ളത് പ്രിൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടണം, ശരിക്കും വെച്ചാൽ ആനിമലിൻ്റെ
ക്ലാസ് നമ്മൾ ആക്സസ് ചെയ്ത ഒരു ഒബ്ജക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നിട്ട് ആ ആനിമൽ ലയൺ എന്നുള്ള ഒരു ആനിമൽ ക്രിയേറ്റ് ചെയ്തു, ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. ആ ഒബ്ജക്റ്റിന് എന്ത് ചെയ്ത് ഒരു കളർ കൊടുത്തിട്ടുണ്ട്. ആ കളറിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രിന്റ് ചെയ്ത്. ആ കളർ ഏതാ, ബ്രൗൺ. അപ്പോൾ ബ്രൗൺ ആണ് നമ്മൾ പ്രിന്റ് ചെയ്യാൻ കൊടുത്തത്. ബ്രൗൺ എന്നുള്ളത് പ്രിന്റ് ആവണം. യാ ഓക്കെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തിട്ട് ഒരു ആനിമൽ എന്നുള്ള ക്ലാസ് ക്രിയേറ്റ് ചെയ്തു. ആ ക്ലാസ്സിന് ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒബ്ജക്റ്റിന് എന്ത് ചെയ്ത് ആ ക്ലാസ്സിൻ്റെ ഉള്ളിൽ ഒരു പ്രോപ്പർട്ടീസ് ഉണ്ട്, കളേഴ്സ്, അതുപോലെ തന്നെ ഏജ്. ഇവിടെ ഏജ് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുക, എഴുതി കൊടുക്കാം. ഓക്കെ, എന്നിട്ട് സേവ് ചെയ്യുക. ഏജ് കൊടുത്തു, കളർ എന്നുണ്ട്. അപ്പോൾ കളർ കൊടുത്തപ്പോഴാണ് എന്ത് ചെയ്ത് ബ്രൗൺ എന്നുള്ള കളർ ഞാൻ ആ ലയൺ എന്നുള്ളത് കൊടുത്തു. കാരണം ഇഷ്ടംപോലെ ആനിമൽസ് ഉണ്ട്. അപ്പോൾ ആനിമൽസിന് നമ്മൾ ലയൺസിന് മാത്രം എന്ത് കൊടുത്തിട്ടുണ്ട്, ബ്രൗൺസ് എന്നുള്ളത് കൊടുത്തിട്ടുള്ളൂ. ബ്രൗൺ എന്നുള്ളത് നമ്മൾ ഏജ് കൊടുത്തിട്ടില്ല. ഫോർ എക്സാമ്പിൾ ഏജും കൂടി കൊടുക്കുക. ഏജ് കൊടുക്കാൻ വേണ്ടി ലയൺ ഡോട്ട് ഏജ് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യും, ഒബ്ജക്റ്റ് വൈസ് നമുക്ക് എന്ത് പറ്റി, ഇവിടുന്ന് ഏജ് ആക്സസ് ചെയ്യാൻ പറ്റി. അത് 15 എന്നുള്ളത് ഫോർ എക്സാമ്പിൾ ഞാൻ കൊടുക്കുന്നു. കൊടുത്തതിന് ശേഷം വീണ്ടും എന്ത് ചെയ്യുക, സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിൻറ്റ് എൽ എന്ന് കൊടുത്തിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, വീണ്ടും ലയൺ ഡോട്ട് ഏജ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി, അതിൻ്റെ ഏജും കൂടി നമ്മൾ ആക്സസ് ചെയ്യാൻ കിട്ടി. അതായത് നമ്മൾ ഏജും കൂടി എന്ത് കൊടുത്തിട്ടുണ്ട്, മറ്റേ ഏജും കൂടി ലൈനിന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതും പ്രിൻ്റ് ചെയ്തിട്ടുണ്ട്. ഒന്നും കൂടി റൺ ചെയ്ത് നോക്കാം. ജാവ സ്പേസ് സാമ്പിൾ ഡോട്ട് ജാവ എന്നുള്ളത് കൊടുത്തു. അത് കണ്ടോ, ബ്രൗൺ എന്നുള്ള കളറും കിട്ടി, സിംഹത്തിൻ്റെ ഏജും കിട്ടി, 15 എന്നുള്ളത് നമുക്ക് ആ ഏജും കിട്ടി. അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മൾട്ടിപ്പിൾ ഒബ്ജക്റ്റ്, ഒരു ഒബ്ജക്റ്റിന് മൾട്ടിപ്പിൾ, അതായത് ഞാൻ പറഞ്ഞല്ലോ ആനിമൽ എന്നുള്ളത് ലൈന് മാത്രമല്ലല്ലോ, എലിഫൻറ്റ് ഉണ്ട്, അതുപോലെ തന്നെ പല എന്തുണ്ട് ജീവികളുടെ ആനിമൽസ് ഉണ്ട്. അപ്പോൾ ആദ്യം ആനിമൽസിന് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ഒബ്ജക്റ്റ് ഉണ്ടാക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ഇപ്പോൾ ആനിമൽ എന്നുള്ളത് ഞാൻ എന്ത് ചെയ്യും, വീണ്ടും ഇവിടുന്ന് കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യുകയാണ്. നിങ്ങൾ കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യാതിരിക്കുക. കാരണം എന്താ വെച്ചാൽ നിങ്ങൾ ടൈപ്പ് ചെയ്ത് ഇപ്പം തന്നെ പഠിക്കാൻ നോക്കുക. അപ്പോൾ എന്ത് നിങ്ങളെ സ്കില്ല് അവിടെയും ഇമ്പ്രൂവ്മെൻ്റ് ആവും. നിങ്ങൾ വെറുതെ ടെക്നിക്കൽ സ്കില്ല് മാത്രം, ഞാൻ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞു ടെക്നിക്കൽ സ്കില്ല് മാത്രം പോവാതെ പിന്നെ ഈ പറഞ്ഞ പോലെ മൾട്ടിപ്പിൾ നിങ്ങളുടെ സെൽഫ് ഇമ്പ്രൂവ് ചെയ്യാനുള്ള സ്കില്ലും കൂടി എന്ത് ചെയ്യുക, റെഡിയാക്കി എടുക്കുക. അപ്പോൾ അല്ല ആനിമൽ കഴിഞ്ഞിട്ട് ഇവിടെ എന്ത് ചെയ്യും, ഞാൻ വീണ്ടും ഒരു എലിഫൻറ്റ് എന്നുള്ളത് കൊടുക്കുന്നു. ഈ എലിഫൻറ്റ് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ഒബ്ജക്റ്റ് ഉണ്ടാക്കാൻ പറ്റും. ഇനി എന്ത് ഈ ആനിമലിൽ ആനിമലിനും എന്തുണ്ട്, കളറുണ്ട്. അപ്പോൾ കളർ എന്ത് ഇവിടെയും വന്നിട്ട് എന്ത് കളർ എന്നുള്ളത് ഡിഫൈൻ ചെയ്തിട്ട് അസൈൻ ചെയ്യുക. ബ്ലാക്ക് ആണ്, ബ്ലാക്ക് എന്നുള്ളത് അസൈൻ ചെയ്തതിന് ശേഷം ഇതും ഒന്ന് പ്രിൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, എലിഫാൻറ്റ് ഡോട്ട് കളർ നോക്കുക. എലിഫാൻറ്റിൻ്റെ നമുക്ക് എന്ത് കിട്ടും, ഈ പറഞ്ഞ പോലെ ബ്ലാക്ക് എന്നുള്ള കളറും കൂടി കിട്ടും. അപ്പോൾ അതുപോലെ ഓരോന്ന് നിങ്ങൾ ചെയ്ത് നോക്കുക. അതിന് നെയിം വെക്കുക. ഇപ്പോൾ നമ്മൾ ലയനൊന്നും നെയിം വെച്ചിട്ടില്ല. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുക, ഇവിടെ വീണ്ടും വരിക, സ്ട്രിങ് എന്ന് കൊടുത്തിട്ട് നെയിം എന്ന് ഒരു പ്രോപ്പർട്ടി ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് ഇവിടെ വന്നിട്ട് ലയൺ ഡോട്ട് നെയിം എന്ന് കൊടുത്ത് ലയൺ എന്ന് കൊടുക്കുക. എന്നിട്ട് അതും പ്രിൻ്റ് ചെയ്യുക. അതിൻ്റെ ഒരു ബയോഡേറ്റ എന്നുള്ള രീതിയിൽ ഓരോന്ന് ചെയ്ത് നോക്കുക. ഇപ്പോൾ നമ്മൾ എന്തൊക്കെ പഠിച്ച്, എന്താ ക്ലാസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് പഠിച്ചു, ക്ലാസ് വെച്ചിട്ട് ഒബ്ജക്റ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, എന്താണ് ഒബ്ജക്റ്റ്, എന്താണ് ക്ലാസ്, അത് എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്ന അടക്കം നമ്മൾ പഠിച്ചു. ഇനി വരാൻ പോകുന്ന ഓരോ ക്ലാസ്സസിൽ എന്ത് ചെയ്യും, നമ്മൾ ഓരോന്നായിട്ട് നമ്മൾ ഡീപ്പായി എന്ത് ചെയ്യും പഠിക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്യുക. ഇതിൽ മാത്രം സ്റ്റിക്ക് ചെയ്യാതെ ഇതിൽ എന്തൊക്കെയാണ് വരുന്നത് എന്നുള്ള കാര്യങ്ങളും നിങ്ങൾ നോക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോയിൽ കാണാം. കീപ്പ് വാച്ചിങ്.